നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ്, ലോസ് ഓഫ് മോഷൻ. മാർക്ക് കൂടുതലുള്ള ഒരു യൂണിറ്റാണിത്. അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൻ്റെ 3 ലോയും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. അഥവാ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഓർമ്മ വരുന്നില്ല, മലയാളത്തിലായാലും അത് എഴുതി വെക്കണം. ഇപ്പം ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തെ തന്നെയാണ് ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതുപോലെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇനി അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയിൽ F=dp/dt എന്ന് എഴുതിയാൽ പോലും ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ ന്യൂട്ടൻ്റെ 3rd ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കാറില്ല. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ല, വൈ എന്നാണ്. അതിൻ്റെ ആൻസർ ദെയർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്. പിന്നെ മൊമെൻറ്റം എന്നുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അല്ലെ P=mv, അതിൻ്റെ യൂണിറ്റ് kg/s. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പിന്നെ അതുപോലെ ഇമ്പൾസ്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇമ്പൾസ്. ഇമ്പൾസ് I=F×t. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ഇനി ഇമ്പൾസീവ് ഫോഴ്സും ചോദിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സ് എന്നും പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇമ്പൾസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആണെങ്കിൽ എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈമിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹാമർ ഹിറ്റിംഗ് എ നെയിൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റാണ് ഇമ്പൾസ്. പിന്നെ ന്യൂട്ടൻ്റെ 2nd ലോ ഓഫ് മോഷനിൽ നിന്ന് നമ്മൾ F=ma ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് ഡിറൈവ് ചെയ്യാനും, അതുപോലെ ഇമ്പൾസ് മൊമെൻറ്റം തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഇമ്പൾസ് ഇസിക്കൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് ഡിറൈവ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. അത് 3 നമ്മൾ ന്യൂട്ടൻ്റെ 2nd ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യേണ്ടത്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. അപ്പോൾ അത് ന്യൂട്ടൻ്റെ 3rd ലോ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനുള്ള ഒരു പാർട്ടുണ്ട്. അപ്പോൾ അത് കൊളിഷൻ്റെ പടമൊക്കെ വരച്ച് നന്നായിട്ട് ഡിറൈവ് ചെയ്യണം. അതും മാർക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഫ്രിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനുണ്ട്, കൈനറ്റിക് ഫ്രിക്ഷനുണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ തന്നെ സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോസ് സാധാരണ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷനുണ്ട്, F=μsn. സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് Fs-ഉം μs എന്ന് കൊടുക്കണം. കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ Fk μk എന്ന് കൊടുക്കണം. അപ്പം മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fs മാക്സ്. അതുപോലെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് സർഫസസ്. അതുപോലെ ഇക്വേഷൻ എഴുതിയാൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനായി. കൈനറ്റിക് ഫ്രിക്ഷനിലും ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എഴുതാം, Fk പ്രൊപ്പോർഷണൽ ടു n ഓർ Fk = μkn. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പീഡ് ഓഫ് സ്ലൈഡിങ്. പിന്നെ ഏറ്റവും ഫ്രിക്ഷനിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷനാണ്. പിന്നെ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഉണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മളൊരു സാധാരണ ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇപ്പോൾ NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് tan θ = μs എന്ന് കിട്ടും. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഏത് ആംഗിളിലാണോ ടാൻജൻറ്റ് ഓഫ് ദാറ്റ് ആംഗിൾ ഇസിക്കൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത് ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാർ മൂവിങ് ഓൺ എ കർവ്ഡ് റോഡ്. അത് ലെവൽ റോഡും ഉണ്ട്, ബാങ്ക്ഡ് റോഡും ഉണ്ട്. 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ലും മാക്സിമം വെലോസിറ്റി പഠിച്ചു വെച്ചിരിക്കണം. ബാങ്ക്ഡ് റോഡിൻ്റെ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പടത്തിന് ഉൾപ്പെടെയാണ് മാർക്കുള്ളത്. അപ്പോൾ അതിനകത്ത് വേരിയസ് ഫോഴ്സസ് നന്നായിട്ട് വരച്ച് പഠിച്ച് ഡിറൈവ് ചെയ്യണം. അതുപോലെ ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോഴുള്ള സ്പീഡിനെയാണ് ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് 4ാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത 5ാമത്തെ യൂണിറ്റാണ് വർക്ക് എനർജി പവർ. അപ്പോൾ വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് ദ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ F.d അല്ലെ F_d cos θ. അപ്പോൾ വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് 0 വരും എപ്പോഴൊക്കെ. F0 ആയാൽ D0 ആയാൽ
കോസ് തീറ്റ 0 ആയാൽ, കോസ് തീറ്റ 0 ആകുന്നപ്പോഴാണ് തീറ്റ 90 ഡിഗ്രിയിൽ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാൽ, ഫോഴ്സ് 0 ആയാൽ, എഫ് ആൻഡ് ഡി പെർപെൻഡിക്കുലർ ആയാൽ വർക്ക് 0 ആയിരിക്കും. ഇനി പോസിറ്റീവ് വർക്ക് എപ്പോഴാണ് വരുന്നത്? എഫിൻ്റെ അതേ ഡയറക്ഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ പോസിറ്റീവാണ് വർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അത് സാധാരണ ചോദിക്കും. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ് ഡാഷ് വർക്ക്, പോസിറ്റീവ്, നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ബ്രാക്കറ്റിൽ കാണും. അപ്പോൾ അത് പോസിറ്റീവ് വർക്കാണ്. താഴേക്ക് വീഴുന്ന വസ്തുവിനെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഭൂമി പിടിച്ച് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ എപ്പോഴും നെഗറ്റീവ് വർക്കാണ്. പിന്നെ ഈ ചാപ്റ്ററിലെ ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പോൾ അത് മെക്കാനിക്കൽ എനർജി എന്ന് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നും പറഞ്ഞ് അങ്ങനെയും വരുന്നുണ്ട്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ 3 പോയിൻ്റ് എടുക്കണം. ഏറ്റവും ടോപ്പിൽ, മിഡിലിൽ, ലാസ്റ്റ്. അങ്ങനെ 3 പോയിൻറ്റിലെയും ടോട്ടൽ എനർജി കാണുമ്പോൾ എല്ലാം mgh വരും. അപ്പോൾ അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. അതുപോലെ അതിൻ്റെ ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് വരുന്നത്. കൈനറ്റിക് എനർജി താഴോട്ട് വരുന്നതോറും കുറഞ്ഞു 0 വരും. പൊട്ടൻഷ്യൽ എനർജി 0 വരുന്നത് താഴെയാണ്, മുകളിലോട്ട് പോകുന്നതോറും കൂടി വരികയാണ് ചെയ്യുന്നത്. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഇറ്റ്സ് മോഷൻ ഓഫ് എ ബോഡി, അതാണ് കൈനറ്റിക് എനർജി. ഹാഫ് mv². ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് ദി പൊസിഷൻ ഓഫ് എ ബോഡി, P = mgh. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അതും പ്രൂവ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇതാണ്. അത് 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്, അത് നമ്മൾ ഓസിലേഷനിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ, ഒരു ലോഡ് കൊടുത്ത് ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ അവിടെ എഫ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിനകത്തുള്ളത് kx ആണ്. വർക്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ½ കിട്ടും. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അവിടെ ഗ്രാഫ് x² ആയതുകൊണ്ട് പരാബോളയുടെ ഷേപ്പിലായിരിക്കും വരുന്നത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇൻവേർട്ടഡ് പരാബോളയായിട്ട് വരും. അത് വിശദമായിട്ട് നമുക്ക് ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒന്നുകൂടെ പറയാം. പിന്നെ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ E= mc². അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ P = FV. അപ്പോൾ അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പവർ ഈസ് പ്രോഡക്റ്റ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ആ ഇക്വേഷൻ നോട്ട് ചെയ്യണം. പിന്നെ കൊളിഷൻസ്, ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും ഉണ്ട്. ഇലാസ്റ്റിക് കൊളിഷനിൽ മൊമെൻറ്റും കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യപ്പെടും. സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കൊളിഷൻ എക്സാമ്പിളാണ്. ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ മൊമെൻറ്റം കൺസർവ് ചെയ്യപ്പെടും, കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യപ്പെടുന്നില്ല. വലിയ വസ്തുക്കളുടെ കൊളിഷൻ, മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ കൊളിഷൻ എല്ലാം ഇൻഇലാസ്റ്റിക് ആണ്. അതുപോലെ ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ, അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് മൊമെൻറ്റം കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട്, കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ സെൻറ്റർ ഓഫ് മാസ് നമ്മുടെ അടുത്ത യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. റൊട്ടേഷൻ മോഷനിൽ സെൻറ്റർ ഓഫ് മാസ്, ഒരു സിസ്റ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായി നമ്മൾ വിചാരിക്കുന്ന പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ, വെലോസിറ്റി വെക്ടർ, ആക്സിലറേഷൻ വെക്ടർ 3 നോട്ട് ചെയ്ത് വെക്കുക. ഇനി 2 വെക്ടറിൻ്റെ സ്കേലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് A.B അല്ലെങ്കിൽ AB cos θ ആണ്. വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ A × B, AB sin θ × n യൂണിറ്റ് വെക്ടർ. അതായത് വെക്ടറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 തരത്തിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അവർ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിന് സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ചില സന്ദർഭങ്ങളിൽ വെക്ടർ ആയിരിക്കും റിസൾട്ടിൽ വരുന്നത്, അങ്ങനെയാണ് അതിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ഇത് തമ്മിൽ തിരിച്ചറിയാൻ സ്കേലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഡോട്ട് ഇടും, വെക്ടർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ക്രോസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെക്ടർ വെച്ചുള്ളതും എല്ലാം നമ്മളൊന്ന് നോക്കി വെച്ചിരിക്കണം. ഇനി ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ V = ω/r ആണ്. ഇനി റൊട്ടേഷൻ മോഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ് ഇനി പഠിക്കുന്നത്. ഒന്ന് ടോർക്ക്, മറ്റൊന്ന് ആംഗുലർ മൊമെൻറ്റം. 2 വെക്റ്റേഴ്സാണ്. ടോർക്ക് ഈസ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ആംഗുലർ മൊമെൻറ്റം ഈസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇപ്പോൾ ഒരിടത്ത് R × F ആണ്, മറ്റിടത്ത് R × P ആണ്.
ടോർക്ക് എന്ന് പറയുന്നത് സാധാരണ മോഷനിലെ ഫോഴ്സിന് സിമിലറാണ്. അതേസമയം ആംഗുലാർ മൊമെൻറ്റത്തിന് സിമിലറാണ്. അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. പിന്നെ ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ടോ ഈക്വൽസ് dl/dt. അതിൽ നിന്ന് വരുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. വെൻ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. വെൻ ടോ ഈക്വൽസ് 0, L ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. L എന്ന് പറയുന്ന ഐഒമേഗയാണ്. ഐഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും. Y എന്താണെന്നുള്ളത് നമ്മളിനി പറയാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണ്. പിന്നെ കപ്പിൾ എന്ന് പറയുന്ന പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ. അതിൽ നിന്ന് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. വെൻ എ ലിവർ ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം F1 R1 ഈക്വൽസ് F2 R2. അല്ലെ സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് ഈക്വൽ സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്. ഇനി ആണ് I, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ I = mr² എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനർഷ്യ ആണ്. സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. മാസിന് സിമിലറാണ്. സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് kg/m². ആണ്. അതുപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ √I/m. അതും ഇക്വേഷൻ ഓർത്ത് I = mk² എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. അടുത്ത മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? ഇതും സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. മാസ് ഓഫ് ദി ബോഡി, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ബോഡി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പിന്നെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½πω² എന്ന് ഡിറൈവ് ചെയ്യാനുള്ളത് നോക്കി വെക്കണം. അപ്പോൾ ഇത്രയാണ് റൊട്ടേഷണൽ മോഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പോൾ ഇത് പല പ്രാവശ്യം വന്ന ഇതിനകത്ത് ക്വസ്റ്റ്യൻ ടോ ഈക്വൽസ് dl/dt. ആ റിലേഷൻ പല പ്രാവശ്യം വന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, പിന്നെ ഡെറിവേഷൻ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ടോ ഈക്വൽസ് I∝, L ഈക്വൽസ് Iω. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ്.